മാംഗല്യം. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. അവൻ അവളുടെ കൈ പിടിച്ച് തന്റെ നെഞ്ചിലേക്കിട്ട് പെണ്ണിനെ വരിഞ്ഞു മുറുക്കും പോലെ ചേർത്തങ്ങ് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു. ആ നേരത്താണ് ഒരുവൻ മെല്ലെ കണ്ണു തുറന്നത്. കൈകാലുകൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് എഴുന്നേറ്റ ആൽബി കാണുന്നത് സൈഡിലെ കട്ടിലിൽ ഒരുവളെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഹരിയാണ്. ആദ്യം അവൻ സ്വപ്നം കണ്ടെന്ന പോലെ ഒന്ന് ചിരിച്ചെങ്കിലും അടുത്ത നിമിഷം അവൻ ഞെട്ടിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. ഏ, നിനക്ക് വയ്യായിരുന്നല്ലോ, നീ കിടപ്പായിരുന്നല്ലേ, പിന്നെന്താ ഇത്? മാറിക്കി മാറിക്കി, അങ്ങനെ വയ്യാത്തവരുടെ നെഞ്ചിൽ കയറി കൂടുതൽ അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കേണ്ട. അവന്റെ ആ സംസാരം കേട്ടതും ഹരിയും മണിക്കുട്ടിയും പരസ്പരം ഒന്ന് നോക്കി. പിന്നെ അവനെയും ഒന്ന് നോക്കി അകന്നു മാറി. നിങ്ങൾ രണ്ടുമെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിനക്ക് വയ്യാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവളെന്താ നിന്റെ കൈക്കുള്ളിൽ കയറി കിടക്കുന്നത്? അവർക്ക് അടുത്തേക്ക് നടന്നു ചെന്ന് മണിക്കുട്ടിയുടെ കൈത്തണ്ടയെ പിടിച്ച് പിന്നിലേക്ക് മാറ്റിക്കൊണ്ടാണ് ആൽബി അത്രയും ചോദിച്ചത്. അതെ, ഒരു രോഗിയുടെ കൂടെ ആളെ കൊണ്ടുവരുന്നത് ആശുപത്രിയിൽ അയാളെ നോക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് കൂർക്കം വലിച്ച് ഉറങ്ങാൻ വേണ്ടിയല്ല. തന്നെ പിടിച്ചു മാറ്റിയത് ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ മണിക്കുട്ടി അവന് നേരെ ചീറി. അത് കണ്ടതും ആൽബി ചെറുതല്ലാത്ത രീതിയിൽ ഒന്ന് ചമ്മി. എടാ, സത്യം പറഞ്ഞാൽ നിനക്ക് കൂട്ടിരിക്കാൻ തന്നെയാടാ ഞാൻ വന്നത്. പക്ഷെ വന്ന് ഇങ്ങോട്ട് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനിടയിൽ എപ്പോഴോ ഉറങ്ങിപ്പോയടാ. വല്ലാത്തൊരു നാണക്കേടോടെ അവൻ പറഞ്ഞതും മണിക്കുട്ടി അവന്റെ ആ ഭാവം കണ്ട് ഒന്ന് ചിരിച്ചു. അതെ, മെമ്പർ കൂടുതൽ ചമ്മി നിൽക്കുകയൊന്നും വേണ്ട. ഈ കാര്യം ഞാൻ എന്തായാലും ആരോടും പറയാൻ പോകുന്നില്ല. വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്ത പോലെ അവൾ പിന്നെയും അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞ ആരാടി ഇതൊക്കെ വിശ്വസിക്കാൻ പോകുന്നത്? മനുഷ്യനായാൽ ക്ഷീണം വരും, വന്നാൽ ഉറങ്ങും, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ആൽബിയും പുച്ഛം അല്പം പോലും കുറച്ചില്ല. ഏയ്, അതിലൊന്നും വലിയ ഒരു കാര്യമില്ല. പക്ഷേ ഒരു രോഗിയുടെ ബൈസ്റ്റാൻഡറായി വന്നിട്ട് ആ രോഗിയെ നോക്കാതെ ബെഡിൽ കിടന്നുറങ്ങുന്നതൊക്കെ വലിയ കാര്യമാ. പ്രത്യേകിച്ച് അതൊരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകുമ്പോഴാണ് ആ കാര്യത്തിന് ആക്കവിച്ചിരി കൂടും. മണിക്കുട്ടി അതും പറഞ്ഞ് താളത്തിൽ തലകുലിക്കതും ഇനി എന്തെങ്കിലും പറഞ്ഞ തോൽക്കേണ്ടി വരുമെന്ന പോലെ ആൽബി ഹരിയുടെ നേരെ തിരിഞ്ഞു. എടാ സോറി, സത്യം പറഞ്ഞാൽ രാത്രിയിൽ ഇവളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നിനക്കൊപ്പം ഞാൻ ഇരിക്കാന്ന് തന്നെയാ കരുതിയത്. അവന്റെ ശബ്ദത്തിലെ കുറ്റബോധം മനസ്സിലായതും ഹരി അവന്റെ കയ്യിലൊന്ന് അമർത്തി പിടിച്ചു. എന്റെ പൊന്നാൽബി, നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. നീ എനിക്ക് കൂട്ടിരിക്കാൻ വന്നാലും ഇല്ലെങ്കിലും ഈ പെണ്ണ് തിരിച്ചു പോവായിരുന്നില്ല. അപ്പൊ പിന്നെ രണ്ടുപേരുടെ ഉറക്കം കളയേണ്ട കാര്യമില്ലല്ലോടാ. അതുകൊണ്ടാണ് നീ ക്ഷീണിച്ചുറങ്ങിയപ്പോൾ ആരും നിന്നെ വിളിക്കാതിരുന്നത്. പിന്നെ ഞാനും രാത്രി മുഴുവൻ ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് നീ ഉണർന്നിരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളെ രണ്ടുപേരെയും നോക്കാൻ വേണ്ടി ഒരുത്തിൽ കണ്ണിൽ എണ്ണയൊഴിച്ചിവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഒരാൾ ഉറങ്ങാതിരിക്കുമ്പോൾ മറ്റൊരാൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവന്റെ എല്ലാ കുറ്റബോധവും തമാശയാക്കി മാറ്റിക്കൊണ്ട് ഹരി അങ്ങനെ പറഞ്ഞതും ആൽബി അവന്റെ കൈയൊന്ന് അമർത്തി പിടിച്ചു. പിന്നെ മണിക്കുട്ടിക്ക് നേരെ ചിരിച്ചുകൊണ്ട് ഒന്ന് കണ്ണിറുക്കി. പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ബില്ല് കൊണ്ടുവന്നതും അത് സെറ്റിൽ ചെയ്തതും എല്ലാം ആൽബിയാണ്. മണിക്കുട്ടി അങ്ങോട്ട് പോകാൻ തുടങ്ങിയതും അവന്റെ ഒരു ഒറ്റ നോട്ടത്തിൽ പെണ്ണ് അവിടെ തന്നെ നിന്നു. അത് കണ്ട് മണിക്കുട്ടി ഹരിയെ നോക്കുമ്പോൾ അവനും പ്രത്യേകിച്ചൊന്നും പറയേണ്ടെന്ന പോലെ കണ്ണടച്ചു കാണിച്ചു. അവിടെന്ന് ആൽബിയാണ് കാർ എടുത്തത്. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഗേറ്റിൽ തങ്ങളെ കാത്തു നിൽക്കുന്ന അച്ഛനെ അവർ ദൂരെന്നേ കണ്ടിരുന്നു. മാഷിനെ കണ്ടതും ആൽബി ശ്രീധരൻ മാമന്റെ വീടിന് മുന്നിൽ കാർ നിർത്തി. അപ്പോഴേക്കും മാഷ് ഹരിയുടെ സൈഡിലേക്ക് ഓടിയെത്തിയിരുന്നു. എങ്ങനെയുണ്ടടാ നിനക്ക്? ഇന്നലെ രാത്രി വരാമെന്ന് വെച്ചിട്ട് രണ്ടുപേരും സമ്മതിച്ചില്ലടാ എന്നെ. ഒപ്പം ഇരിക്കുന്ന മണിക്കുട്ടിയും കാർ ഓടിക്കുന്ന ആൽബിയെ നോക്കി അല്പം പരിഭവത്തോടെയാണ് മാഷത് പറഞ്ഞത്. അത് കേട്ടതും ഹരി മാഷിന്റെ കയ്യിൽ ഒന്ന് അമർത്തി പിടിച്ചു. അല്ലെങ്കിലും അച്ഛൻ വന്ന് രാത്രി അവിടെ ഉറക്കം കളയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇവനും ഇവളും എനിക്ക് വേണ്ടി കണ്ണും മിഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. പിന്നെന്തിനാ വയ്യാത്ത അച്ഛനും കൂടി? ഇതൊക്കെ ഒരു സാധാരണ പനിയല്ലേ അച്ഛാ, അല്ലാതെ ആഗോള സംഭവമൊന്നും അല്ലല്ലോ. നിങ്ങളുടെയൊക്കെ സംസാരം കേട്ടതൊന്നും എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് പനി വരികയാണെന്ന്. എല്ലാവരെയും നോക്കി പരാതി പറയുന്ന പോലെ ഹരി പറഞ്ഞതും മാഷൊന്ന് ചിരിച്ചു. നിനക്കിത് ആദ്യമായി വരുന്ന പനിയൊന്നുമല്ല. പക്ഷെ നിനക്ക് പനി വന്നാൽ എന്തൊക്കെയാ നീ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. എന്തായാലും ഇനി കുറച്ചു ദിവസം കൊണ്ട് കൂട്ടുകാരനും ഭാര്യയ്ക്കും അതൊക്കെ അങ്ങ് മനസ്സിലായിക്കോളും. അപ്പോ അവര് തന്നെ പറയും, അച്ഛാ, അച്ഛൻ എങ്ങനെയാ ഈ മോനെ ഇത്രയും കാലം സഹിച്ചേന്ന്. അവനെ കളിയാക്കി മാഷ് പറഞ്ഞതും മണിക്കുട്ടി സംശയത്തോടെ ഹരിയെ നോക്കി, പിന്നെ മാഷിനെയും. മോൾ എവിടെയച്ചാ? അച്ഛന്റെ കളിയാക്കൽ അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത പോലെ ഹരി അദ്ദേഹത്തോട് ചോദിച്ചതും മാഷ് പിന്നിലേക്കൊന്ന് നോക്കി. സീതയുടെ കയ്യിലുണ്ടായിരുന്നതാ. പനി മാറിയെങ്കിലും ആൾക്കിപ്പോഴും നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഇന്നുകൂടി മോളെ അംഗനവാടിയിൽ വിടേണ്ടെന്ന് സീത പറഞ്ഞു. ആണോ? ഞാൻ എന്നാ മോളെ ഒന്ന് കാണട്ടെ.
പറഞ്ഞുകൊണ്ട് അവൻ കാറിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന നേരത്താണ് ശ്രീധരൻ മാമൻ അങ്ങോട്ട് വന്നത്. ആഹാ, പണിക്കാരൻ ഇങ്ങ് എത്തിയോ? ഇനിയും നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇത്തിരി പൊടിയരിക്കഞ്ഞുമായി ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു. പറഞ്ഞുകൊണ്ട് മാഷിന്റെ ഇപ്പുറത്തായി ശ്രീധരൻ കൂടി വന്നു നിന്നതും പുറത്തേക്ക് ഇറങ്ങാൻ പോയ ഹരി അവിടെ തന്നെ ഇരുന്നു. എങ്ങനുണ്ട് ഹരി, കുറവുണ്ടോ? ഇന്നലെ രാത്രി വല്ലാതെ കൂടിയല്ലേ? എന്നിട്ട് നീ എന്താ മോനെ എന്നെ ഒന്ന് വിളിക്കാഞ്ഞത്? ഒരു നാവിൽ 1000 ചോദ്യങ്ങളുമായി ശ്രീധരൻ മാമന് മുന്നിൽ നിന്നതും ആൽവി പതിയെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തിറങ്ങി. അല്ല, പറഞ്ഞിട്ടിപ്പോ എന്തിനാ? നിങ്ങളെപ്പോലുള്ള ഓൾ ഫെലോസ് വിചാരിച്ചാൽ ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടല്ലേ അവരെന്നെ തന്നെ വിളിച്ചത്. കോളർ അല്പം പൊക്കി ശ്രീധരൻ മാമനെ കളിയാക്കും പോലെ പറഞ്ഞുകൊണ്ട് ആൽബി മാമന്റെ അടുത്തേക്ക് ചെന്നതും അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മാമൻ ആ കൈപ്പത്തിക്ക് ഒരൊറ്റ അടി കൊടുത്തു. കൂടുതൽ ഊതല്ലേ നീ. ഒരു കാലത്ത് ഞങ്ങൾ നിന്നെക്കാളും ചുറുചുറുക്കുള്ള പുരുഷന്മാർ തന്നെയായിരുന്നു. അതെ, പ്രായം ഇച്ചിരി കഴിയുമ്പോഴും നീയും ഞങ്ങളുടെ അവസ്ഥയിൽ വരും. അന്നും ഈ ജാതി അഹങ്കാരവും കളിയാക്കലും ഒക്കെ കൈ വേണം കേട്ടോ. എന്നാലും കൈമളെ, ഇവനെ പോലെ ബോധമില്ലാത്തതിനെയൊക്കെ ആരാ പിടിച്ച് ഇലക്ഷൻ നിർത്തി ജയിപ്പിച്ച് മെമ്പറാക്കിയെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. കിട്ടിയ അവസരം ഒട്ടും പാഴാക്കാതെ ശ്രീധരൻ മാമൻ ആൽബിയെ തിരിച്ചു കളിയാക്കിയതും അകത്തിരുന്ന മണിക്കുട്ടിയും ഹരിയും പോലും അറിയാതെ ചിരിച്ചുപോയി. അത് നമ്മുടെ ആൾക്കൊരു ക്ഷീണമായി. ശ്രീധരൻ മാമന് അവനെ പറയാൻ കൂടുതൽ ഹരവും. അതെ, കൂടുതൽ ചിരിക്കണ്ട, പനിക്കാരന് അവശതയാകാം. അതുകൊണ്ട് നീ തൽക്കാലം മിണ്ടാതിരി. അവനെ നോക്കി ചിറഞ്ഞു പറഞ്ഞുകൊണ്ട് ആൽബി മാമന്റെ നേരെ അങ്ങ് തിരിഞ്ഞു. അതെ, കിളവന്മായ നിങ്ങളൊക്കെ ഒന്നൊന്നൊന്നും മാറിക്കേ. ഒരു രോഗിയെ കൂടുതൽ നേരം ഇങ്ങനെ പുറത്തു നിർത്താനൊന്നും പറ്റില്ല. ഞാനേ അവനെ കൊണ്ടുപോയി അകത്ത് കിടത്തട്ടെ. അതെങ്ങനാ? പ്രായമായി കഴിഞ്ഞാൽ കാര്യബോധമൊക്കെ അങ്ങ് നശിച്ചു പോകുമെന്നേ. പറഞ്ഞിട്ട് കാര്യമില്ല. മാമനെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് ചൂടുപിടിപ്പിക്കാൻ ആൽബി തുടങ്ങിയതും ഹരി ഏറി ഇടപെട്ടു. എന്റെ പൊന്നാൽബി, ഒന്ന് നിർത്തടാ. നിനക്കിവരെ കാണുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഇളക്കിയില്ലെങ്കിൽ ഒട്ടും പറ്റില്ല അല്ലേ? അവന്റെ ചിരിയോടുള്ള ചോദ്യം കേട്ടതും കണ്ണിറുക്കി കാണിച്ച് ആൽബി ശ്രീധരൻ മാമനെ ഒന്ന് നോക്കി. അവിടെ അപ്പോഴേക്കും ആള് പിണങ്ങി. ഹാ, പോട്ടെ. മാഷിന് നമുക്ക് വയോജന പെൻഷൻ കൊടുത്താലും എന്റെ ശ്രീധരനത്തെയും പ്രായമൊന്നും ആയിട്ടില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? നഹീസായി ശ്രീധരൻ മാമന്റെ തോളിലൂടെ കൈയിട്ട് ആൽബി ആളെ ഒന്ന് സുഖിപ്പിച്ചു പറഞ്ഞതും മാമൻ അവന്റെ വയറ്റിനിട്ട് കൈക്കുഴ വെച്ച് ഒരൊറ്റ ഇടി കൊടുത്തു. നിനക്ക് രാഷ്ട്രീയം തന്നാടാ മോനെ ചേരുന്നത്. അപ്പപ്പ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കാൻ ഒരു മടിയുമില്ല. എന്നാലും എന്തൊരു തൊലിക്കട്ടിയാടാ നിനക്ക്. മാമൻ അത് പറഞ്ഞതും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ആൽബിയുടെ മുഖം ഒന്ന് വിളറി. ഓർമ്മയിൽ ഒരുവൾ ദേഷ്യത്തിൽ പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് പിന്നെയും ഓടിയെത്തി. തനിക്കേ രാഷ്ട്രീയാടോ നല്ലത്. കാരണം ഇപ്പോൾ പറഞ്ഞ വാക്ക് പിന്നെ മാറ്റി പറയാൻ തനിക്ക് ഒരു ഉളുപ്പുമില്ല. അല്ലെങ്കിലും തന്നെ പോലുള്ളവർക്കേ ഈ പണി തന്നെ നല്ലത്. കത്തിയെരിയുന്ന മിഴികളാൽ തന്നെ നോക്കി ദഹിപ്പിച്ച ഒരുവളുടെ മുഖം പിന്നെയും മനസ്സിലേക്ക് കയറി വന്നതും ആൽബി ഒന്ന് ഞെട്ടി തല ഉടഞ്ഞു. അതേസമയം ആ നേരം വരെ തറയ്ക്ക് തട്ട് എന്ന രീതിയിൽ തല്ലുപിടിച്ചു നിന്നവന്റെ പെട്ടെന്നുള്ള മൗനം ചുറ്റും കൂടിയുന്ന എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചു. ആഹാ, ഞാനൊന്ന് കളിയാക്കപ്പോഴേക്കും ഇവൻ നന്നായോ? ശ്രീധരൻ മാമൻ അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിലൊന്ന് തട്ടി. എന്താടാ രാഷ്ട്രീയക്കാരാ, മറുപടി ഒന്നുമില്ല ഇപ്പൊ കയ്യിൽ എന്ന് ചോദിച്ചതും അവൻ മാമനെ കണ്ണു വെട്ടിച്ചൊന്ന് നോക്കി. പിന്നെ മനസ്സിലുള്ളതെല്ലാം കുടഞ്ഞെറിയും പോലെ തലയൊന്ന് വെട്ടിച്ചുകൊണ്ട് വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. അതെ, മാറിക്കേ, ഇവന് കിടക്കണം. കൂടുതലൊന്നും പറയാതെ അവൻ വേഗം വണ്ടി എടുക്കാൻ തുടങ്ങി. എടാ നിക്ക്, എനിക്ക് മോളെ ഒന്ന് കാണണം. പറഞ്ഞുകൊണ്ട് ഹരി കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയത് മാഷ് തടഞ്ഞു. ഇപ്പൊ വേണ്ട മോനെ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. ഒന്നാമതേ കുഞ്ഞിന്റെ പനി അങ്ങോട്ട് മാറിയിട്ടില്ല. നീ ഈ വയ്യാഴികയിൽ ഇനി വന്ന് കുഞ്ഞിനെ കാണാൻ നിന്നാൽ അവൾ നിന്റെ കയ്യിൽ നിന്ന് ഇറങ്ങില്ല. അവസാനം പോയ പനി കുഞ്ഞിന് വേഗം തിരിച്ചു വരും. അതുകൊണ്ട് മോൻ വീട്ടിൽ ചെന്ന് ചൂടുവെള്ളത്തിൽ മേലൊന്ന് കഴുകി എന്തെങ്കിലും കഴിച്ച് മരുന്നും കഴിച്ച് അവിടെ ഇരി. ഇത്തിരിയൊന്ന് കുറഞ്ഞാൽ മോളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും കണ്ടാൽ കുഞ്ഞു പിന്നെ ഇവിടെ ആരുടെ അടുത്ത് നിൽക്കത്തില്ലടാ. ഇപ്പൊ തന്നെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ വെച്ചേക്കാൻ പോയേക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിലാണ് സീത അവളെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പക്ഷെ നിന്നെ ഇവളെ ഒരുമിച്ച് കണ്ടാൽ ഒക്കെ തീർന്നു. ശ്രീധരൻ മാമൻ അത്രയും കാര്യത്തോടെ പറയുന്നത് കേട്ടതും ഈ പറഞ്ഞതെല്ലാം സത്യമായതുകൊണ്ട് ഹരി സങ്കടത്തോടെയാണെങ്കിലും ഒന്ന് അമർത്തി മൂളി. അപ്പൊ അടുത്ത ഭാഗവുമായിട്ട് നാളെ വരാവേ. എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. അതുപോലെ ഈ കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടല്ലേ എല്ലാം. അപ്പോൾ അടുത്ത ഭാഗവുമായിട്ട് നാളെ വേഗത്തിൽ വരാം. നന്ദി.